സൈക്കോനെ കണ്ട് The remaining match to go. Mentality. ഞാൻ ട്രാക്ക് ഷൂട്ട് പോലും മാറിയിട്ടില്ല. പിന്നെ കണ്ണു തുറന്നപ്പോൾ മനസ്സിലായി സ്വപ്നമായിരുന്നത്. ഞാൻ എന്താ ചെയ്യാനിക്കാ, എനിക്ക് അറിയത്തില്ലായിരുന്നിക്ക. ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അന്ന് പറഞ്ഞ പോലെ നമ്മള് TMPS ഫൈനൽസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് ഗസ്റ്റ് ആണ്. നമ്മൾ അന്ന് ഫാമിലി ആയിരുന്നു, ഇന്ന് ഗസ്റ്റ് ആയി. നാളെ VIP ആണ്, നമ്മൾ ഓണർ ആവും. ടോപ്പ് ഓണറായിട്ട് വരുന്ന പ്ലേയേഴ്സാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് ഇവിടെ. അത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ് ഈ പരിപാടിയെ കുറിച്ച് പറയാനുള്ളത്? ഈ ഗെയിമിലല്ലാതെ തന്നെ നമ്മുടെ ഗെയിംസിലേക്കും കൊണ്ടുവരാൻ ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്, ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതുപോലൊരു ഇവന്റ് നമ്മുടെ ഓഡിയൻസ്, നമ്മുടെ പീപ്പിൾസ് എല്ലാവർക്കും വേണ്ടി ഇതുപോലൊരു ലാൻഡ് ഇവന്റ് കൊണ്ടുവരാൻ നമ്മുടെ FFKVC ഫ്രീ ഫയറിന്റെ ലാൻഡ് ഇവന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഓളമായിരിക്കും അല്ലേ? സ്റ്റേജിലിരുന്ന് വെള്ളം എടുത്തു കൊടുക്കുക. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും കയറി കഴിഞ്ഞ് കാണാം. Last six guys. Newman IS മാത്രമുള്ള guys. Last day at last സൈക്കോനെ കണ്ട് കഴിച്ചു. Of course, the crowd is quite pumped up. They're feeling the vibe as we're pretty sure we're going to talk That's the thing I'm talking about. When they say playing lawyer, if it's already not working, started getting very aggressive. And this knee has shaken up a lot of the team. Godlike definitely has been shaken up. So the remaining match to go, mentality. This is not the first. വീട്ടോക്സിന്റെ വ്ലോഗിൽ ഫസ്റ്റ് ടൈമാ. That is making the entire ന്യൂമൻ സൈക്കോ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂമൻ ആണ്. ഓക്കെ, നമുക്ക് ഇതിനെ കുറിച്ച് അത്ര വലിയതായിട്ടൊന്നും അറിയത്തില്ലെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ അറിയാം. TMPSന്റെ ഫൈനൽ ആര് ജയിച്ചെന്ന് അടുത്ത നമുക്കറിയാൻ പറ്റും. ഞങ്ങളിങ്ങനെ ടെൻഷൻ ആയിരിക്കാം. മോഡലല്ലേ? ചെന്നൈ സൂപ്പർ കിങ്സ് എന്നല്ലേ പറയാം. ഞാൻ വണ്ടി പറഞ്ഞു TX ജയിച്ചില്ലല്ലോ. നോക്കട്ടെ, മോഡല് ശോകം കളിയായിരുന്നു. Day 2-ല് 3 ചിക്കൻ എടുത്തവര് അതില് കംബാക്ക് അടിച്ചു. ഇപ്പോഴവര് നല്ലോണം പെർഫോം ചെയ്യും. അവിടെ ഇരിക്കുന്ന ആളുടെ പേരെന്നറിയോ? മോഡലിന്റെ ഒരാള് അറിയാത്തവർക്ക് പറയാം. ജോണത്തൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബെസ്റ്റ് PUBG പ്ലെയർ ആണ്. അവനെല്ലാരും വിളിക്കുന്നത് യൂണിവേഴ്സൽ MVP എന്നാണ്, മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് PUBG. സ്പോർട്സിൽ ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏണിംഗ്സ് ഉള്ള പ്ലെയർ ബാങ്ക് ബാലൻസ് ഉണ്ട് 5-10. 3-4 വർഷം മുന്നേ അവരുടെ പ്രൈം ടൈം ആയിരുന്നു. മെയിൻ 5 ടൂർണമെന്റ് നടന്നായിരുന്നു. ആ മെയിൻ 5 ടൂർണമെന്റും അവർ ഫസ്റ്റ് അടിച്ച്. അതിൽ സൗത്ത് ഏഷ്യയിലെ PMPL എന്ന് പറഞ്ഞ ടൂർണമെന്റ് നടന്നു. അതില് ബെസ്റ്റ് വാല്യൂ പ്ലെയർ ഫസ്റ്റ് വന്നത് ഇവനാണ്, ജോണത്തനാണ്. അത് മാത്രമല്ല 2022 ഈ സ്പോർട്സ് അവാർഡിൽ #2 അടിച്ചത് ഇവനാണ്. ഗോഡാണ് കേസ് ആയിരിക്കുന്നോടെ. ജോണാഥനുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഗോഡൽ ഫാനാണ്. ഇയാള് ഗോഡലായിരുന്നു എനിക്കറിയാം. ഞാൻ സത്യം പറഞ്ഞ ഗോഡൽ എന്ന് പറഞ്ഞപ്പം ഗോഡല നല്ല പേരെന്ന് പറഞ്ഞ് ഇയാളെ ജോണാഥനുള്ളതുകൊണ്ട് മാത്രം ഞാൻ കേറിയില്ല. ഗോഡലിന്റെ ഐജിയില് മറ്റേനല്ലേ റൊണാൾഡോ. ഞാൻ കൊമ്പാച്ചന്റെ ധോണിയാണ്. ശരി, അടുത്ത മാച്ച് തീരാൻ നേരത്തെ നമുക്ക് കാണാം. അപ്പോഴായിരിക്കും ഭയങ്കര ഓളം ക്യൂരിയോസിറ്റി ഒക്കെ. MVP ആരാവുന്നതാണ് നിങ്ങൾക്ക് MVP ആരാവുന്നല്ല ചാൻസ് ഉണ്ടോ? അഡ്മിനോ അറിയാം, വിരാട് കോഹ്ലി ആവുന്നല്ലേ? വേണ്ട.
അറിയത്തില്ല. നിനക്കറിയോ ഞാൻ പറഞ്ഞ ജോക്കർ TX ജോക്കർ. ഇതിലൊരു വീഡിയോ ഉണ്ട്, അതില് സ്കോഡ് അങ്ങനെ പേര് നോട്ട് ചെയ്ത് നമുക്ക് എന്തായാലും ഫൈനല് മാച്ച് തീരാൻ നേരത്ത് കാണാം. ഞാൻ പറഞ്ഞു ചത്താലും നമ്മള് ഗോഡൽ ഫാനാ. കാതിനൊരു ശമനം കിട്ടിയത് സത്യം പറയല്ലേ. എനിക്ക് ഇവിടുന്ന് ടീന്നൊക്കെ അടിക്കുന്നത്. എന്തായാലും മാച്ച് ഒരു രക്ഷയില്ലായിരുന്നു. വേറെ ലെവൽ മാത്രമല്ല ഇവന്റും ഒരു Event, അതെ ഗൈസ്. അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെല്ലാരും കളിക്കുന്ന ഗെയിം ആയിട്ടുള്ള നമ്മുടെ ഫ്രീ ഫയറിന്റെ ഒരു ഇതുപോലത്തെ ലാൻ ഇവന്റ് ഇവിടെ കേരളത്തിൽ നടക്കണം എന്നാണ് എന്റെന്നല്ല എല്ലാം. ഈ മാച്ചിന് മുമ്പേ മറ്റേ പ്രേഗോഡ് ഉണ്ടല്ലോ, മറ്റേ MVP മറ്റേ ഡയലോഗ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ഏത് ടീമാണ് അവർക്ക് എതിരായിട്ട് കോമ്പറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, നമുക്ക് ഒരു ടീമും കോമ്പറ്റീവ് അല്ലാന്ന്. അത്രയും കോൺഫിഡൻസിലാണ് നിന്നത്. ആ കപ്പ് മേടിക്കുമ്പോഴാണ് കോൺഫിഡൻസ് ആണ്. എനിക്കത് മനസ്സിലാവാത്തതാണ് എനിക്ക് രോമാഞ്ചം കയറായിരുന്നത്. ഇംഗ്ലീഷിലല്ലോ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എതിരാണ്. രാവിലെ ഒരു വണ്ടി ബൂട്ട് ക്യാമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. വക്രിയുടെ ഫ്രണ്ട് കോളേജിൽ പോകാൻ വക്രിക്കുട്ടനെ വിളിക്കാൻ വന്നു. വക്രി എണീറ്റടവേ, എണീക്കുന്നുള്ള എടാ എടാ നീ വക്രിയല്ല, നീ ഇറങ്ങി വാ, ഞാൻ ചൂരൽ റെഡിയാക്കി വെക്കാം. എടാ ഒരുത്ത റെഡിയായി കോളേജിൽ പോകാമെന്ന് വിളിക്കുമ്പോ നിന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഇവനാണോടാ? ഈ മദാറസേണ അല്ലേ? ഫോൺ റിംഗ് ചെയ്ത് അറിഞ്ഞില്ലേ? കേൾപ്പിച്ചു തരാം വാ. ഫക്രി കോളേജിൽ നിന്ന് വന്നിട്ട് അങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരാൻ. എടാ ഒരു കമ്പെടുത്ത് തരാൻ പറഞ്ഞ എന്താ ഇക്കാരോട് കേൾക്കാത്ത? വീഡിയോ വരുമ്പോ കണ്ടാ മതി. ആ ചൂരിലും എടുത്തു നീ കാപ്പി കുടിച്ചാ? എന്താ കഴിക്കാൻ പോയി? എന്താ വീഡിയോ 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 എടുക്കാറുണ്ടല്ലോ ഇവിടെ. നീ ഇന്ന് കാപ്പി കുടിച്ചാ? അല്ല ഇന്ന് എത്ര മണിക്ക് എഴുതിയിട്ട്? സംഭവം എന്ന് പറഞ്ഞാൽ പറയാം. സംഭവം എന്ന് പറഞ്ഞാൽ നീ പറ. അതാണ് എനിക്ക് കേട്ടത്. സംഭവം നീ പറയുന്നത് നീ കേൾക്കണം. ഒരു 7:30 മണിയായിക്കണം. നീ ചേട്ടൻ കിടന്നു ഇറങ്ങി ഓടാൻ. ഒരു 7:30 മണിയായിക്കണം. 7 മണിക്ക് ഞാൻ ഇങ്ങനെ എണീറ്റിട്ട് ഞാൻ കൂട്ടുകാരനെ വിളിച്ചു. രാഘവൻ കേക്കുവാ, സത്യം പറയണേ. സത്യം നീ കാര്യം പറ. 7:30 മണിക്ക് ഞാൻ എണീറ്റിട്ട് വണ്ടി ഇല്ലല്ലോ. ഇവൻ കൂട്ടാൻ വിളിച്ചിട്ടൊന്നും ഇടാറില്ല. ഒന്ന് വരണം. എന്നിട്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ഞാൻ കുളിച്ച് ഒരുങ്ങി ഫ്രണ്ട് അവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണു തുറന്നപ്പോൾ മനസ്സിലായ സ്വപ്നമായിരുന്നത്. ഞാൻ എന്താ ചെയ്യാനിക്ക, എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ നിങ്ങളെ വീഡിയോ കാര്യമായിട്ട് വന്നപ്പോൾ ആ സ്വപ്നാണെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ അവനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. എന്നിട്ട് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ടൈമിൽ 9 മണിക്ക് എണീറ്റ് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും? അപ്പൊ നീ മെനിയാന്ന് 9:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ? അയ്യോ അതൊക്കെ ഞാൻ പറഞ്ഞേക്ക്. അത് ഒരു ദിവസം അവര് ക്ഷമിക്കും, രണ്ടാമത്തെ ദിവസം ക്ഷമിക്കൂല. അപ്പൊ ഞാൻ ഒരു ദിവസം ക്ഷമിച്ച ഞാൻ ട്രാക്ക് ഷൂട്ട് പോലും മാറിയിട്ടില്ല. ഞാൻ യൂണിഫോം ഇട്ടാ പോയെ. ഉറങ്ങി കിടന്ന അതേ ബാൻഡിൽ പോയിരുന്നു. എത്ര മണിക്ക് ഉറങ്ങി ഇന്നലെ? ഇന്നലെ നമ്മൾ നേരത്തെ ഉറങ്ങിയല്ലേ? നീ നിന്നോട് അയ്യോ നമ്മള് നേരത്തെ ഇവനെ റൂം മാറ്റുവാ. നമ്മളാണ് ലൈവൊക്കെ ചെയ്ത് 12 മണിക്ക് ഉറങ്ങിയടാ. 1, 2, 3, 4, 5, 6, 7 മണി വരെ ഉറങ്ങിയാൽ പോലും എനിക്ക് 7 മണിക്കൂർ ഉറക്കം വരും. 8, 9, 10, 10 മണിക്കൂർ 7 മണി വരെ ഉറങ്ങിയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ സ്വപ്നായിരുന്നല്ലേ. ഞാൻ 7 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. 7 മണിക്കൂർ ഞാൻ എണീറ്റ് ഫോൺ വിളിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു ദിവസം നീ ചെയ്തു. ഓക്കെ പാവം ഉറങ്ങിപ്പോയി. അതാണ് മനസ്സിലായി. രണ്ടാമത്തെ ദിവസം പാവം ഉറങ്ങിപ്പോയി. മൂന്നാമത്തെ ദിവസം ആണെങ്കിൽ ഓക്കെ. മൂന്നാമത്തെ ദിവസം ആണെങ്കിൽ ഓക്കെ. നീ ഫുഡ് കഴിച്ചാ? ഇല്ല കഴിച്ചു. നീ രാവിലെ കഴിക്കാൻ അടിയിട്ടായിരിക്കല്ലോ. അല്ലടാ
അതല്ല അത് ടൈമില്ലാത്തോണ്ടാ. അപ്പൊ മിനിങ്ങാൻ 9:30 കഴിച്ചതാ. അത് ടൈമില്ലാത്തോണ്ടല്ലത്. അത് അന്ന് ഞാൻ പറഞ്ഞില്ലേ ക്ഷമിക്കുമായിരിക്കും അവര്. അന്ന് ക്ഷമിച്ച്. നീ പോണില്ലേ? നീ പോണില്ലേ? അടിക്ക് ഞാനും വഴി എടുത്ത് കൊടുക്കൂല. നീ ഇനി അവൻ കോളേജിൽ പോകാൻ താമസിച്ച അവന്റെ റൂംമേറ്റ് നീയാ. കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ചാർലിയാണ്. അപ്പൊ കെട്ടിയൊന്നും പിടിക്കാറില്ല. അയ്യോ ഇല്ല, ഞാൻ കാണാറുണ്ട് പെരഞ്ഞ് കിടക്കണാണ്ട് കൂടെ. എന്നിട്ട് ഇടയിൽ വന്ന് നടക്കുന്നത് ഞാൻ കിടക്കാറൊന്നുമില്ല. ഇനി ഇവൻ കോളേജിൽ പോകാൻ താമസിച്ച ആർക്കടി? അല്ല കറക്റ്റ് സമയത്ത് അവനെ വിളിച്ച് കോളേജിൽ വിട്ടോളൂ. പക്ഷെ അത് ഒരു അടി കൂടെ കൊടുത്താലേ അതിനൊരു എൻഡ് ആവത്തുള്ളായിരുന്നു. ബാക്കി അല്ല വേണ്ട, കൊമ്പം മേടിച്ചു വന്നാളാ. ഒരുത്തൻ ഹോസ്പിറ്റലിൽ പോയി 5 ഇഞ്ചക്ഷൻ കിട്ടി. പക്ഷെ ടിസ്റ്റ് എന്താന്ന് അറിയാം? സിസ്റ്റർ വഴക്കുറഞ്ഞ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യും, കമന്റ് ചെയ്യും. ഇപ്പോഴും ചട്ടിയൊന്നും ഇടാൻ പറ്റില്ല. എപ്പോഴും ഇടണ്ട, വല്ല ഹോസ്പിറ്റലിൽ പോകുമ്പോഴെങ്കിലും ഇട്ടൂടെ? അതെ, നിങ്ങൾക്കൊരു ടെസ്റ്റ് വരട്ടെ. എക്സ്പ്രഷൻ ഇടാനും കളിയാക്കാനും റെഡി ആയിക്കോ. നിങ്ങൾ റെഡിയാണോ? വാതില് തുറക്കോ. ടിക് ടിക്. ആരത്? കോനെ? മുടി മാത്രമേ പോയിട്ടുള്ളൂ, സ്വഭാവം മാറിയിട്ടൊന്നുമില്ല. ഇപ്പൊ നീ ശരിക്കും അപ്പുകുട്ടനായി. വെളിച്ചം വെച്ചില്ലേ? ഇല്ലേക്കാ ഇവിടെ പോയാലും പിടിക്കും. നേരത്തെ മുടി പറിച്ചിട്ടോടായിരുന്നു. പലരും സമാധാനിപ്പിക്കാൻ വേണ്ടി ചാന്തോട്ടിലെ ദിലീപ് മാറി. മുടി വെട്ടിയ ദിലീപ് ഇപ്പൊ കൊമ്പാച്ചന. ഇത് മുടി അടിച്ചിട്ട് നോക്കിക്ക ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ നന്നായിട്ട് കമന്റ് ചെയ്യടായിട്ട്. ഇവന്റെ ഫാൻസ് കൂടി വന്ന് നല്ല ഓവറാന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. വല്ലപ്പോഴും ഒക്കെ ജെട്ടിട്ടുള്ളൂ. ഇവിടെ കിടക്കുമ്പോഴത്തേക്ക് ഇട്ട് കിടക്കാൻ പാടില്ല. ഫ്രീ ആയിട്ട് കിടക്കണം എന്നാണ് ആസ് എ സയന്റിഫിക് എന്ന് പറഞ്ഞ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇടാത്ത ഫ്രീ ആയിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാനേ ആ വയ്യാതെ സെറ്റപ്പിലായിരുന്നപ്പോഴേ തേങ്ങ കോല. ഗൈസ്, അപ്പൊ എന്തായാലും പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതിന് ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ. ടാറ്റാ.